ഹായ് ഓൾ ഡാലിയ കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ക്രഷ്ഡ് ഫാബ്രിക്കിൽ നല്ല ഭംഗിയായിട്ടൊരു പാർട്ടി വെയർ ആയിട്ട് പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് വീഡിയോയിലേക്ക്. നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്ന ഇതാണ് കേട്ടോ. നമുക്ക് ഈ ചാർട്ടിൽ കിട്ടി നമുക്ക് കുറേ കളേഴ്സ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് വരുന്നത്. അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മെറ്റീരിയൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക് ആണ് കേട്ടോ. നമുക്കിത് ഡെയിലി വെയർ ആയിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റും. കാരണം മെറ്റീരിയലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടാവണം, മെറ്റീരിയലിന്റെ കളർ ഫെയ്ഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നല്ല പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ്. അതിലേക്ക് ഹെവി ആയിട്ട് തന്നെ ഇതുപോലെ ബീഡ്സും ഉപയോഗിച്ചിട്ട് ചെയ്തേക്കുന്ന ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ്, ആരി വർക്കാണ് ചെയ്ത് പോയേക്കുന്നത്. രണ്ട് സൈഡിലേക്കും ഷോൾഡറിലേക്ക് കയറി ആ ഒരു വർക്ക് വരുന്നുണ്ട്. നല്ല തിക്കായിട്ട് വരുന്ന പേൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ട് ബീഡ്സും യൂസ് ചെയ്തിട്ട് വരുന്നത് നല്ല ഹെവി ആയിട്ട് വരുന്ന വർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇതുപോലെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയായിരുന്നു. മെറ്റീരിയൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ ഒന്നുമല്ല, നല്ല പോലെ ഷേപ്പിൽ കിടന്നോളും. ഒരുപാട് കട്ടിയൊന്നും ഇല്ലാത്ത നല്ല മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ബേസ് ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇത്രയും ഹെവി വർക്ക് വരുന്നതുകൊണ്ട് തന്നെ ഒരു പാർട്ടി വെയർ ആയിട്ട് പോലും നമുക്ക് ഉപയോഗിക്കാം. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സും അവൈലബിൾ ആണ്. ടോപ്പിന് ലെങ്ത് വരുന്നത് 47 വരെ നമുക്ക് ലെങ്ത് കിട്ടുന്നുണ്ട്. ഷോൾ വരുന്നത് ഗഡ് വാൾ ഷോളാണ് അതിലാക്കി ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. സെയിം കളർ ടോണിലേക്ക് തന്നെ സെൽഫായിട്ടുള്ള ഒരു ത്രെഡ് വീവിങ്ങും അതുപോലെ സ്വീക്വൻസസും ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഹെവി ആയിട്ട് തന്നെ ടോപ്പ് വരുന്നുണ്ട്. പിന്നെ ഷോൾ ഉപയോഗിക്കാത്തവർക്കാണെങ്കിൽ പോലും നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ടോപ്പ് ഉപയോഗിക്കാവുന്നതാണ്. 2.25 മീറ്റർ ഷോളിന് ലെങ്ത് വരുന്നുണ്ട്. ബോട്ടം വരുന്നതും സെയിം ടോണിലേക്ക് തന്നെ സാൻറ്റൂൺ ആണ് ഫാബ്രിക് വരുന്നത്. ഇതിന്റെ പ്രൈസ് ആണ് വളരെ അട്രാക്റ്റീവ് ആയിട്ട് വരുന്നത്. 899 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 899 മാത്രമാണ് കേട്ടോ. അതിലേക്ക് ഇത്രയും ഹെവി വർക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഷെയ്ഡുകൾ നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു ലൈറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ. നല്ലൊരു പിങ്ക് ഷെയ്ഡ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് കളർ. നല്ല ഹെവി ആയിട്ട് തന്നെയാണ്, അത് സെൽഫായിട്ട് തന്നെയാണ് ആ വർക്ക് വരുന്നത്. നല്ല തിക്കായിട്ട് ഷോൾഡറിലേക്ക് കയറിയിട്ട് ആ ഒരു വർക്ക് വരുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടം വരുന്നത് സാൻറ്റൂൺ ആണ് ഫാബ്രിക് വരുന്നത്. ഷോള് വരുന്നത് സിമ്പിൾ ആയിട്ട് ഷോള് വരുന്നു ഇതുപോലെ. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലീഫി ഗ്രീൻ ഷെയ്ഡ്, ഇലപ്പച്ച കളർ നമ്മൾ പറയത്തില്ല, നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള, ഒരുപാട് ഇരുണ്ട ഗ്രീൻ അല്ല, നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെ വരുന്നു. ബോട്ടം വരുന്നത് ഇതുപോലെ സെയിം ടോണിലേക്ക് തന്നെ വരുന്നു. ഷോള് വരുന്നത് ഇങ്ങനെ, ഇതുപോലെയാണ് ഷോള് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് കളർ ഷെയ്ഡ്. നല്ല രസമല്ല, നമ്മുടെ ഫേസിനൊക്കെ നല്ലൊരു ബ്രൈറ്റ്നസ് തരുന്ന എല്ലാം സെലക്റ്റീവ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ബോട്ടം സെയിം ടോണിലേക്ക് തന്നെയാണ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ ഇങ്ങനെ വരും. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റസ്റ്റ് ഷെയ്ഡിലേക്കാണ് കേട്ടോ വരുന്നത്. എങ്ങനെ എല്ലാം ഷെയ്ഡുകൾ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്തേക്കിട്ട് നല്ല രസമായിട്ടൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഷോള് ഇതുപോലെ വരുന്നു. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പൗഡർ ബ്ലൂ ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡുകളാണ് ഇതെല്ലാം. ഓക്കെ, ഇങ്ങനെ വരുന്നു. ബോട്ടം സെയിം ടോണിലേക്ക് തന്നെ. ഷോള് വരുന്നത് ഇങ്ങനെ, എല്ലാം ടോൺ ടു ടോൺ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു പേർപ്പിൾ ഷെയ്ഡിലേക്കാണ് കേട്ടോ. മെറ്റീരിയലിന്റെ ആ ഒരു ഈ മെറ്റീരിയലിന് സ്വയം ഒരു എന്താ പറയുക, ഒരു ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയലാണ്. അതിലേക്ക് ആ ഒരു പേർപ്പിൾ ഷെയ്ഡും കൊണ്ട് വരുമ്പോൾ നല്ല രസമുള്ളൂ. ബാക്കി എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. സെയിം ടോണിലേക്ക് ബോട്ടം വരുന്നുണ്ട്. ഷോള് വരുന്നതും ഇതുപോലെ, എല്ലാം ടോൺ ടു ടോൺ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ഷോളിലേക്ക് ഓൾ ഓവർ ആ ഒരു സ്വീക്വൻസ് വർക്ക് പോകുന്നുണ്ട്. ഈ ഒരു സെയിം കളറിലേക്ക് തന്നെ പാറ്റേൺ ഡിഫറെൻ്റ് ആയിട്ട് ഇതുപോലെ ഒരു ഹാൻഡ് എംബ്രോയിഡറിൽ വരുന്ന ഡിഫറെൻ്റ് ആണ്. ഇത് കണ്ടോ, തിക്കായിട്ട് തന്നെ ബീഡ്സ് വെച്ചിട്ടുള്ള ഹെവി ആയിട്ടുള്ള വർക്ക്. പാറ്റേൺ മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇത് തന്നെ വേണമെന്നുള്ളവർ ഇതിൻ്റെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇടുക ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല പിങ്ക് കളർ, എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കളർ ഷെയ്ഡും കൂടിയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡ് ഇങ്ങനെ വരുന്നു. ഇതിനകത്തേക്ക് ബോട്ടം ആഡ് ചെയ്തേക്കുന്നത് സെയിം ടോണിലേക്ക് തന്നെ ഇതുപോലെയാണ് കേട്ടോ. ഷോള് വരുന്നത് ഇതുപോലെ, നല്ല ഭംഗിയല്ലേ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് വൈൻ ഷെയ്ഡിലേക്ക്, എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ്. നമുക്ക് ഇങ്ങനെ നോർമലി രീതി കിട്ടാത്ത കളർ ഷെയ്ഡുകളാണ് എല്ലാം വരുന്നത്. യോക്കിലേക്കുള്ള വർക്ക് വരുന്നത് ഇതുപോലെ സെയിം ടോണിലേക്ക് തന്നെ ബോട്ടം വരുന്നു. ഷോള് വരുന്നത് ഇതുപോലെ ഇങ്ങനെ. ഇതിന് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതിലും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. കണ്ടോ, ബീഡ് വർക്കാണ്, ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. ഇതുപോലെ വേറൊരു പാറ്റേണും കൂടി ഇതിലേക്ക് വരുന്നുണ്ട്. അതിങ്ങനെയാണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്, ഈ ഒരു സെയിം പാറ്റേൺ. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അതിന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അടുത്തത് നോക്കാം.
നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്രിക്ക് കളറിലേക്കാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് എല്ലാം വരുന്നത്. ഇങ്ങനെ ബോട്ടം സെയിം ടോണിലേക്ക് തന്നെ വരുന്നു. ഷോള് വരുന്നത് ഇതുപോലെ, ഇങ്ങനെയാണ് ഷോള് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്റ്റർഡ് യെല്ലോ കളർ ഷെയ്ഡ്. എല്ലാം നല്ല നല്ല നിങ്ങൾക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആവും ചെയ്തെടുക്കണം, അത്രയും ഭംഗിയുള്ള കളർ ഷെയ്ഡുകളാണ് കേട്ടോ എല്ലാം വരുന്നത്. സെയിം ടോണിലേക്ക് തന്നെ ബോട്ടം വരുന്നു. ഷോള് വരുന്നത് ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഡാർക്ക് മെറൂൺ കളർ ഷെയ്ഡ്. ഇങ്ങനെ വരുന്നു. ഇങ്ങനെ സെയിം ടോണിലേക്ക് ബോട്ടം വരുന്നുണ്ട്. ഷോള് വരുന്നത് ഇതുപോലെ. ഇതിൽ വേറൊരു പാറ്റേണും കൂടെ വരുന്നുണ്ട് കേട്ടോ. കളറ് ഷോള് എല്ലാം സെയിം തന്നെയാണ്. ഈ ഒരു ഫ്രണ്ടിൽ വരുന്ന വർക്കിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഇതുപോലെയാണ് കേട്ടോ വേറൊരു പാറ്റേൺ വരുന്നത്. അടുത്തത് നോക്കാം. അടുത്ത് വരുന്നത് നല്ലൊരു ഡസ്റ്റി റോസ് ആണ് കളർ ഷെയ്ഡ് വരുന്നത്. ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് എപ്പോഴും കോമൺ ആയിട്ട് കിട്ടാത്ത കളർ ഷെയ്ഡുകളാണ് ഇതിൽ കൂടുതലും വന്നിരിക്കുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ, ഇതാണ് ഷോള് വരുന്നത്. ഇതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. ഇങ്ങനെ എല്ലാത്തിലും ആ ഒരു കട്ട് ബീഡ്സും പേൾസും എല്ലാം വരുന്ന ആ ഒരു വർക്കാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ വരുന്നുണ്ട്. ഇഷ്ടമുള്ള നിങ്ങൾക്ക് എടുക്കാം. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ഗ്രേപ്പ് കളറിലേക്കാണ് കേട്ടോ. ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് റെയർ കളർ ഷെയ്ഡുകളാണ് വരുന്നത്. ഇങ്ങനെ ബോട്ടം സെയിം ടോണിലേക്ക് തന്നെ വരുന്നു. ഷോള് വരുന്നത് ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന നല്ലൊരു ലൈറ്റ് ലാവണ്ടർ കളർ ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഇങ്ങനെ സെയിം ടോൺ ബോട്ടം വരുന്നുണ്ട്. ഷോള് വരുന്നത് ഇതുപോലെ. നെക്സ്റ്റ് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളർ. ഇതിലേക്ക് യോക്കിലേക്ക് വന്ന ഒരു വർക്ക് ഇതുപോലെയാണ് കേട്ടോ. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സെയിം ടോണിലേക്ക് തന്നെ ബോട്ടം വരുന്നു. ഷോള് വരുന്നത് ഇതുപോലെ. ഇതാണ് ഷോള് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബീട്രൂട്ട് കളർ ഷെയ്ഡിലേക്ക്. ഇതാണ് അതിൻ്റെ യോക്കിലെ വർക്ക് വരുന്നത്. സെയിം കളറിലേക്ക് തന്നെ ബോട്ടം വരുന്നു. സാൻറ്റൂൺ ആണ് ഫാബ്രിക് വരുന്നത്. ഷോള് വരുന്നത് ഗഡ്വാൾ ഷോളാണ്. സെൽഫായിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്ക്, ത്രെഡ് പോയിട്ട് അതിലേക്ക് സ്വീക്വൻസസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 899 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നമ്മൾ ഇന്ന് കണ്ടിച്ചിരുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാനായിട്ട് ഡിസ്പ്ലേയിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.